ബിജെപിയുടെ എൻഡിഎയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി എന്നത് മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് കെ ഇപ്പോൾ ഇതിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും സെലക്ടഡ് ആളുകളായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ നരേന്ദ്രമോദിയും മറ്റുള്ളവരും അത് തുടർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം 5 വർഷത്തെ പദ്ധതികൾക്കായുള്ള രൂപരേഖ തയ്യാറാക്കിക്കോളൂ എന്ന് പ്രവർത്തകരോട് പറയുകയാണ് പ്രധാനമന്ത്രി. അതായത് അവർ ഭരണത്തിൽ വരാൻ പോകുന്നു എന്ന് വലിയ ആത്മവിശ്വാസമുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഇതുപോലൊരു രൂപരേഖയെ കുറിച്ച് കേട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഒരു ബ്ലൂ പ്രിന്റ്. ഇന്നും അത് തിരക്കി നടക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് തിരക്കി നടക്കുന്ന ആളുകളോടാണ് 5 വർഷത്തെ കേരളത്തിലേക്കുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊള്ളാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ ഇവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് തിരുവനന്തപുരം നമ്മുടെ മുന്നിലുണ്ട്, തൃശ്ശൂരിൽ ഒരു ജനപ്രതിനിധിയുണ്ട്, അത് നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല എസ് കെ, ഞാൻ ആലോചിക്കുന്നത് മാറാത്തത് മാറും എന്നുള്ളതാണ് ബിജെപിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ടാഗ് ലൈൻ എന്നുള്ളത്. എന്ത് മാറും എന്നുള്ളതാണ് ഇവർ കേരളത്തോട് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. ഇപ്പോൾ വർഗീയ കലാപമില്ലാത്ത കേരളം എന്നതിനെ മാറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോ ചേരികൾ കെട്ടിമറക്കേണ്ടി വരാത്ത കേരളം എന്നതിനെ മാറ്റും എന്നാണോ ഇവർ പറയുന്നത്? മനുഷ്യനെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാത്ത നാട് എന്നതിനെ മാറ്റും എന്നാണ് ഇവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സാധാരണ നിലയിൽ ബിജെപിയുടെ ഒരു ഐഡിയോളജി പരമായി ഇതൊക്കെയാണല്ലോ ഇവർ നടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റും എന്നുള്ളതാണോ ബിജെപി പറയുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് ചെയ്യുന്ന ആളുകളോടാണ് കേരളത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊള്ളാൻ ഇവർ പറയുന്നത്.